ആ പെർഫ്യൂമിന്റെ സ്മെൽ ഉണ്ടെങ്കിൽ അപ്പൊ തലവേദന വരും. ഇങ്ങനെ പറയുന്നവരുണ്ട്. ശബ്ദം, വെളിച്ചം ഇതൊക്കെ പോലെ മൈഗ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് സ്മെല്ലും. ഓസ്മോഫോബിയ അഥവാ ഗന്ധത്തോടുള്ള സെൻസിറ്റിവിറ്റി, ഒരു തരം ഇറിറ്റേഷൻ, ഡിസ്കംഫേർട്ട് അങ്ങനെയൊക്കെ പറയാം. ഏകദേശം 40 മുതൽ 60% മൈഗ്രെയിൻ പേഷ്യൻസിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണാം. മൈഗ്രെയിൻ ഉള്ളവരുടെ ബ്രെയിനും നെർവ്സും ഒക്കെ കൂടുതൽ സെൻസിറ്റീവ് ആണ്. മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ട്രൈജെമിനൽ നെർവും സ്മെല്ല് സെൻസ് ചെയ്യുന്ന ഓൾഫാക്ടറി നെർവും ഹൈപ്പർ എക്സൈറ്റബിൾ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. പൊതുവെ സ്ട്രോങ് സ്മെൽ, ഇപ്പോൾ പെട്രോൾ, മണ്ണെണ്ണ, പെയിന്റ്, ഇതിനോടാണ് കൂടുതലായി സെൻസിറ്റിവിറ്റി കാണിക്കുക. ചില ആൾക്കാർക്ക് സ്പെസിഫിക് ആയ ഏതെങ്കിലും സ്മെൽ, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പെർഫ്യൂം, ഫുഡ്, എയർ ഫ്രഷ്നറിന്റെ ഫ്രാഗ്രൻസ്, ദുർഗന്ധം അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയ ഇറിറ്റേറ്റിംഗ് ആയ സ്മെൽ, കുക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്മെൽ, ഇതൊക്കെ ചിലപ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും. ഓരോ ആൾക്കാരിലും ഈ ഒരു ഫാക്ടർ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട മെഡിസിൻസിലും മാറ്റം വരാം. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ ഫോളോ ചെയ്യുന്നത്. അതായത് ഓരോ ആൾക്കാരുടെയും ഡിഫറെന്റ് ആയ സിംറ്റംസ് പരിശോധിച്ച് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചുള്ള മെഡിസിൻസ് ആണ് ഹോമിയോപ്പതിയിൽ നൽകുക. പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മൈഗ്രെയിനോടൊപ്പം ഇങ്ങനെയുള്ള സെൻസിറ്റിവിറ്റി പ്രോബ്ലംസും കുറയ്ക്കാൻ പറ്റും. ഏതെങ്കിലും സ്മെല്ല് കാരണം നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് ഏതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.